ഹായ്, ഞാൻ ഐഷ ഷാംസ്. ഐഷാസ് ഫ്ലവേഴ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിങ്ങനെ ബാൽക്കണിയിൽ വന്ന് നിൽക്കുകയായിരുന്നു. വാഷിംഗ് മെഷീനിൽ തിരുമ്പാനുണ്ടായിരുന്നു. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇതിൻ്റെ വെള്ളം ഒന്ന് കളയണം. വൈകുന്നേരം നോമ്പ് തുറക്കാനുള്ളതൊക്കെ ഉണ്ടാക്കണം. അപ്പോൾ അതിന് വേണ്ടി ഇങ്ങനെ വന്നതായിരുന്നു. പിന്നെ എന്തൊക്കെയുണ്ട് നിങ്ങളുടെയൊക്കെ വിശേഷങ്ങൾ? സുഖമാണോ നിങ്ങൾക്ക്? എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു. ഇന്ന് റംസാൻ 24 എൻ്റെ പുറത്ത്, എൻ്റെ ഫ്ലാറ്റിൻ്റെ പുറത്തുള്ള കാഴ്ചകളാണ് കേട്ടോ ഇത്. ഇവിടെ ബാൽക്കണിയിലാണ് വാഷിംഗ് മെഷീൻ വെച്ചിരിക്കുന്നത്. നല്ല ഭംഗിയുണ്ട് കാണാൻ, നല്ല കാറ്റും ഒക്കെ ആയിട്ട് കണ്ടോ. ചൂടുണ്ടെങ്കിലും ഇപ്പോൾ ഈ സമയമൊക്കെ ആയപ്പോഴത്തേക്ക് നല്ല തണുത്ത കാറ്റടിക്കാൻ തുടങ്ങി. നല്ല ഇവിടെ ഇങ്ങനെ വന്ന് നിൽക്കാൻ നല്ല രസമാണ്. ഫ്ലാറ്റിൻ്റെ മുകളിൽ വന്നിങ്ങനെ നമ്മുടെ ബാൽക്കണിയിൽ വന്ന് നിൽക്കുമ്പോൾ വാഷിംഗ് മെഷീനിൽ തുണികളിട്ടിട്ടുണ്ട്. തുണികളൊന്ന് വെള്ളമൊക്കെ ഒഴിച്ചൊന്ന് വാഷ് ചെയ്തിട്ട് വേണം കിച്ചണിലേക്ക് പോകാൻ. കിച്ചണിൽ പോയിട്ട് നമ്മുടെ സാധാരണത്തെ ഞാൻ മണ്ണാർക്കാട് നിന്ന് വരുമ്പോൾ 2 ചെടിച്ചട്ടിയിലേക്ക് 2 സാധനം കൊണ്ടിരുന്നു. കറ്റാർവാഴ കണ്ടോ, കറ്റാർവാഴ നന്നായി വരുന്നുണ്ട്. ഇതതുപോലെ തന്നെ പനിക്കൂർക്ക ഉണ്ടാവില്ല, നമ്മൾ പനിക്കൂർക്ക കൊണ്ടുവച്ചതാണ് ഞാനത്. നന്നായിട്ട് ചെറിയൊരു കുഞ്ഞ് തണ്ട് കൊണ്ടുവച്ചതാണ്. അത് വളർന്ന് ഇങ്ങനെ ആയിട്ടുണ്ട് പനിക്കൂർക്ക. കറ്റാർവാഴയും അല്ല ഇങ്ങനെ കാണാൻ നല്ല രസമാണ്. ഇവിടെ നിൽക്കുമ്പോൾ തന്നെ നമുക്കൊരു പ്രത്യേക ഭംഗി തോന്നും. ഇത് മനസ്സിലൊരു സമാധാനമാണ്. പക്ഷേ ഭയങ്കര എന്താ പറയുക, ബോറടിക്കും നമ്മൾക്ക്. പക്ഷേ ഫ്ലാറ്റ് ലൈഫല്ലേ, ഫ്ലാറ്റ് ലൈഫ് ബോറടിക്കും. പിന്നെ വൈകുന്നേരമൊക്കെ ആകുമ്പോഴേ നമുക്കൊന്ന് പുറത്തിറങ്ങാനൊക്കെ പറ്റുള്ളൂ. റംസാൻ മാസം ആകുമ്പോൾ നമ്മൾ പുറത്തൊന്നും പോകില്ലല്ലോ, വീട്ടിലല്ലേ ഇരിക്കുള്ളൂ. ഖുർആൻ ഓതാനും കാര്യങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ. കാറ്റ് കണ്ടോ, ഭയങ്കരമായിട്ട് കാറ്റടിക്കുന്നുണ്ട്. നല്ല തണുത്ത കാറ്റാണ് എടുക്കുന്നുണ്ടാവും. തുണികളൊക്കെ പറക്കുന്നുണ്ടോ നിങ്ങൾ? നല്ല കാറ്റാണ്. ഞാൻ തയ്ച്ചല്ലോ ഫ്ലാറ്റിനകത്ത്. നല്ല കാറ്റാണ്. ഇനി നമ്മൾക്ക് കിച്ചണിലേക്ക് പോയാലോ. കിച്ചണിൽ നമുക്ക് ജോലികൾ കിടക്കുന്നുണ്ട്. പുട്ടുണ്ടാക്കിയാൽ മതി. മീൻ കറി ഉണ്ടാക്കി വെച്ചതുണ്ട്. നമ്മൾ കിച്ചണിൽ പോയിട്ട് നമ്മുടെ കാര്യങ്ങൾ ചെയ്യാൻ നോക്കാം. ഇത് നെറ്റിൻ്റെ വാതിൽ, അതിങ്ങനെ അടച്ചിട്ട് കഴിഞ്ഞാൽ നമുക്ക് അടുക്കളയിൽ സ്മെല്ലൊന്നും നിൽക്കില്ല. ഈ നെറ്റിൻ്റെ വാതിൽ കൊതുകൊന്നും വരാതിരിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഇതാക്കി വയ്ക്കാം. നമുക്ക് നമ്മുടെ പുട്ടിൻ്റെ പരിപാടി തുടങ്ങാം. മീൻ കറി ഞാൻ ഉണ്ടാക്കി വെച്ചതുണ്ട്. ഇതുണ്ട്, മീൻ കറി ഉണ്ട്. ഇന്നലെ ഉണ്ടാക്കി വെച്ച മീൻ കറി, അത് മതി. ഇനി പുട്ടുണ്ടാക്കണം. പുട്ടിന് മാവ് ഞാൻ ഇന്നലെ ഉണ്ടാക്കി ഫ്രിഡ്ജിൽ വെച്ചിരുന്നു. അപ്പോൾ ഇന്നലെ പുറത്ത് പോയിട്ട് ഭക്ഷണം കഴിച്ചപ്പോൾ പറഞ്ഞു പുറത്ത് പോയിട്ട് നോമ്പ് തുറക്കും എന്ന് പറഞ്ഞ് വിളിച്ചു പറഞ്ഞപ്പോൾ അവൻ അതുവരെ ഞാൻ താഴെ ഒരുങ്ങി നിന്ന് ഫ്രിഡ്ജിൽ നിന്ന് ഞാൻ പുട്ടിൻ്റെ പൊടി എടുക്കട്ടെ. പുട്ടിൻ്റെ പൊടി കൂട്ടി വെച്ചിരിക്കുകയാണ്. അതിനകത്തിന് ക്യാരറ്റും കുറച്ച് നേന്ത്രപ്പഴമൊക്കെ ഇട്ടിട്ടുള്ള പുട്ടാണ് ഉണ്ടാക്കുന്നത്. ഞാനൊന്ന് വാഷിംഗ് മെഷീനിലെ വെള്ളം ഒന്ന് ഓഫ് ചെയ്ത് വെച്ചിട്ട് വരാം. ഇപ്പോൾ കണ്ടോ, ഞാൻ പുട്ടിന് ക്യാരറ്റും മിക്സ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഞാൻ താഴത്തെ ഫ്ലാറ്റിലെ മക്കൾ താമസിക്കുന്നുണ്ട്. അപ്പോൾ മക്കളോടൊന്ന് പുട്ടുണ്ടാക്കണ്ടായിരുന്നു. അപ്പോൾ പുട്ട് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. ഞാൻ ഇവിടെ നിന്ന് ഉണ്ടാക്കി താഴത്തേക്ക് കൊടുത്താൽ മതിയല്ല മക്കൾക്ക്. അപ്പോൾ പുട്ട് ക്യാരറ്റ് മിക്സ് ചെയ്ത പുട്ട്, അതേപോലെ തന്നെ നേന്ത്രപ്പഴം അരിഞ്ഞു വെച്ചു, തേങ്ങയും കണ്ട. ഇനി നമ്മൾ സാധാരണ പുട്ട് ചുടുന്ന പോലെ നമുക്ക് പുട്ട് ചുടാം കേട്ടോ. ഇത് വേണ്ട, നമ്മുടെ പഴത്തിൻ്റെ പുട്ട് വേണ്ട.
നല്ല ടേസ്റ്റാണ് ഈ പഴത്തിൻ്റെ പുട്ട് കഴിക്കാൻ. കണ്ടോ? അതേപോലെ തന്നെ ക്യാരറ്റ് പക്ഷെ ഞാൻ ഇങ്ങനെ 2 പാത്രത്തിലാക്കി വെച്ചത്. മോൾക്ക് പഴത്തിൻ്റെ മണം ഇഷ്ടമല്ല, സ്മെല്ല് ഇഷ്ടമല്ല. മോന് ഇഷ്ടമാണ് പഴത്തിൻ്റെ പുട്ട്, എനിക്കും മോനൊക്കെ ഇഷ്ടമാണ്. അപ്പോൾ അതുകൊണ്ട് ഞാനിങ്ങനെ ക്യാരറ്റ് പുട്ട്, കുറച്ച് ക്യാരറ്റ് മാത്രം ഇട്ടിട്ട് അത് വേറെ മാറ്റി വെച്ചു പുട്ട്. ഭയങ്കര ടേസ്റ്റായിരിക്കും ഈ പുട്ട്. കേട്ടോ? ഇതുണ്ടോ, നമ്മൾ അങ്ങനെ മീനൊക്കെ കൂട്ടിയിട്ട് നമുക്കൊന്ന് പുട്ട് കഴിച്ചു നോക്കല്ലേ. നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ ഈ പുട്ടും മീൻ കറിയും കഴിക്കാൻ. ഇതല്ല നല്ല ടേസ്റ്റാണ്. ബീഫ് ഉണ്ടോ? ബീഫും കൂടി ഇങ്ങനെ ഇട്ടിട്ട് കഴിക്കണം. എല്ലാവരും പറയും ഇറച്ചി മീൻ ഒരുമിച്ച് കഴിക്കാൻ പറ്റില്ല അറിയാം. പക്ഷെ കപ്പ കണ്ടാൽ നമ്മൾ ആരെങ്കിലും വിടുമോ? പക്ഷെ മീൻ കറി എൻ്റെ ഫേവറേറ്റുമാണ്.